ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗ സീരിയലിലെ നാളത്തെ അടിപൊളി പ്രൊമോയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. അങ്ങനെ ഫോറസ്റ്റുകാര് മൂപ്പന്റെ കുടിയിലേക്ക് വരുവാണ്. നമസ്കാരം സാർ എന്ന് പറയുമ്പോ നമസ്കാരം നമസ്കാരം. എടാ എന്തൊക്കെയാടി കേൾക്കണത്? നിങ്ങൾ വളരെ നല്ല ആൾക്കാരാണെന്നും കാടിനെ പറ്റിക്കാത്ത കാടിന്റെ മക്കളാന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനത്തെ ഒരു ചതി കാണിച്ചില്ലടാ. അതും നാട്ടിലെ തന്നെ ഏറ്റവും വലിയ VIP പെട്ട ഒരാളെ തന്നെയാണ് നിങ്ങൾ ഈ അവസ്ഥയിൽ എത്തിച്ചത്. സാറേ, ഞങ്ങളൊന്നും അറിഞ്ഞിട്ടൊന്നും ചെയ്തിട്ടില്ല സാറേ. അപ്പൊ നിങ്ങൾ കാര്യം അറിഞ്ഞല്ലേ സാറേ? ഇവൻ തേൻ വിൽക്കണടുത്ത ഒരാളിപ്പോ വിളിച്ചു പറഞ്ഞായിരുന്നു, ആ തേൻ കൊടുത്തിട്ട് ആരോ ഹോസ്പിറ്റലാണെന്നൊക്കെ പറഞ്ഞു. വേറെ ആരുമല്ല, ഇവിടെ ഇന്നലെ കല്യാണിന്നും കിരൺ എന്ന് പറഞ്ഞ രണ്ടുപേര് വന്നിരുന്നല്ലോ. അതെ സാറ്, വന്നിരുന്നു. അവരവരുടെ വീട്ടിലേക്കാണ് തേൻ കൊണ്ടുപോയത്. ആ തേൻ കുടിച്ചത് ആ കിരൺ സാറിന്റെ അച്ഛനാണ്, ചന്ദ്രസേനൻ സാറ്. നല്ലൊരു മനുഷ്യനാണ് അയാള്. മര്യാദക്ക് നല്ല ആരോഗ്യമായിട്ടുള്ള മനുഷ്യനായിരുന്നു. തേൻ കുറച്ച് കുടിച്ചു, അപ്പൊ തന്നെ വായയും അതുപോലെ തന്നെ വയറൊക്കെ പോകുകയെന്ന് പറഞ്ഞ് ചോര ഛർദിച്ച് അവിടെ തന്നെ വീഴുമായിരുന്നു, കുഴഞ്ഞു വീഴായിരുന്നു. ഹോസ്പിറ്റലാണ്. മരിക്കോ ജീവിക്കോ എന്ന് പോലും അറിയില്ല. ആരാടാ തേൻ അവൾക്ക് കൊടുത്തത് എന്ന് ചോദിക്കുമ്പോ വേലു പറയണ്ട, സാറേ ഞാനാ തേൻ കൊടുത്തത്. കഷ്ടപ്പെട്ടു ഉൾക്കാട്ടിന്ന് കൊണ്ടുവന്ന തേനാ സാറേ. എനിക്ക് അങ്ങനെ ചതി പറ്റില്ല. പിന്നെ എങ്ങനെയാണ് തേനിന് വിഷം കലർന്നത്? സാറേ, അത് വേറെ എവിടെ നിന്നും കലർന്നതായിരിക്കും വിഷം എന്ന് വേലു പറയുമ്പോ, ഇല്ലടാ, ഡോക്ടർമാരെ വിധി എഴുതി. അതും ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്ന തേനിൽ ചേർത്തിക്കുന്ന വിഷം എന്ന് പറഞ്ഞാൽ അതിമാരകമായിട്ടുള്ള വിഷമാണ് എന്ന് പറയാണ്. വേലു വേണ്ട സാർ, ഒരിക്കലും ഞങ്ങൾ ആ തെറ്റ് ചെയ്തിട്ടില്ല സാറേ. നീ തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ സ്റ്റേഷനിൽ വന്നിട്ട് നോക്കാം. നീ വാടാ, ഇറങ്ങി വാടാ എന്ന് പറഞ്ഞിട്ട് പിടിച്ച് വലിച്ച് ജീപ്പിലേക്ക് കയറ്റാണ് പോലീസുകാർ വേലുവിന. അത് കണ്ടിട്ട് പുച്ഛത്തോടും സന്തോഷത്തോടും നിൽക്കുവാട്ടോ അമലു. നന്നായി, ആ പാര ഇവിടുന്ന് പോയല്ലോ എന്നൊരു സന്തോഷമാണ് അമലുവിന്. വേലു പോയിക്കുമ്പോഴേക്കും അമലു അച്ഛനോടും അമ്മയെടുത്തും പറയണ്ട്, അപ്പയെടുത്തും അമ്മയെടുത്തും ഞാൻ പറഞ്ഞതല്ലേ അവനെ വിശ്വസിക്കണമെന്ന്. അവനെ വിചാരിക്കുന്ന പോലെ അത്ര പാവമൊന്നുമല്ല. എവിടുന്നോ കിടന്ന് ഒരുത്തിന് അച്ഛനും അമ്മയും ഇത്രോ നാള് വിശ്വസിച്ചു വളർത്തി എന്നെ കെട്ടിച്ചു കൊടുക്കാന്ന് വാക്കും കൊടുത്തു. ഇപ്പൊ മനസ്സിലായില്ലേ? അവന്റെ ചെയ്യുന്ന പ്രവൃത്തിയിൽ മാത്രമല്ല വിഷമുള്ളത്, അവന്റെ ഉള്ളിലും വിഷമാണ്. അപ്പൊ ഉള്ളിലും വിഷമാ. ഇനി അപ്പയും അമ്മയും എങ്ങനെ മറ്റുള്ളവരുടെ മുഖത്ത് നോക്കും? കാട്ടുമൂപ്പന്റെ വീട്ടിൽ തന്നെ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായത് ഇപ്പൊ എല്ലാവരും അറിയില്ലേ? ഇനി മൂപ്പനെയും അതുപോലെ തന്നെ ഇവിടുത്തെ മൂപ്പത്തിനെയും ആരും വില തരത്തില്ല എന്ന് പറയുമ്പോ മൂപ്പനും ഭാര്യ വല്ലിയും കൂടി ഇരുന്ന് കരഞ്ഞോണ്ടിരിക്കുക കേട്ടോ. അപ്പൊ നമ്മുടെ അമലു പറയണ്ട്, ആ വേലുവിനെ മുമ്പേ ഞാൻ പറഞ്ഞാണ്, അയാൾ ആളത്ര ശരിയല്ല. അയാൾക്ക് വിനായകേട്ടനെ തകർക്കണം. മിക്കവാറും അയാൾ ചെയ്തത് മനഃപൂർവ്വമായിരിക്കും. എന്നിട്ട് വിനായകേട്ടന്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കുകയായിരിക്കും അയാളല്ലേ ആള്. ഇതല്ല, ഇതിനപ്പുറവും ചെയ്യും. അപ്പ ഇനിയിപ്പോ ആള് ജയിലിൽ കിടന്ന് അവിടെ കിടക്കണമെങ്കിൽ കിടക്കട്ടെ, ആരും ഇവിടെ നിന്ന് അന്വേഷിച്ചു പോകണ്ട, അവിടെ കിടക്കട്ടെ അയാള്. ഇനി അയാളെ തിരിച്ചു വരണ്ട, അതന്നെയാ നല്ലത്. അയാളെ കാടിന്ന് പുറത്താക്കണം അപ്പ എന്നൊക്കെ പറഞ്ഞിട്ട് അമലു അകത്ത് കയറി പോവാട്ടോ. അപ്പൊ ഗംഗപ്രസാദ് ചോദിക്കുന്നുണ്ട്, അവര് പോയെന്ന് ചോദിക്കാണ്. പോയി, വേലിനെ പിടിച്ചോട്ടാ പോയേക്കണത്. അവൻ കൊടുത്ത തേനിലെ വിഷം ഉണ്ടായിരുന്നെന്ന് ഇവിടെ വന്ന കിരൺ സാറില്ലേ, അയാളുടെ അച്ഛന് അത് കുടിച്ചത്. ഏതോ വലിയ മനുഷ്യനെന്ന് പറഞ്ഞത്, എന്തോ VIP ആണെന്നോ വലിയ പുള്ളിയാണെന്നൊക്കെ പറയുന്നുണ്ട്, ബിസിനസ് മാൻ ആണെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും അവരെങ്ങനെ പെട്ടെന്നൊന്നും വേലുവിനെ വിടാൻ പോണില്ല. എന്തായാലും നമ്മൾ രക്ഷപ്പെട്ടു, ഇനി വേലുവിന്റെ ശല്യം ഉണ്ടാവില്ലല്ലോ എന്ന് പറയാണ്. അമലു പണ്ട് സന്തോഷമായി എന്ന് പറയാണ്. ആ സമയത്ത് ഗംഗപ്രസാദ് മനസ്സിൽ വിചാരിക്കണം, ആ ചന്ദ്രസേനെ മാത്രം കുടിച്ചുള്ളൂ. ആ കള്ളക്കിളവൻ കുടിക്കണ മുമ്പ് കിരണോ കല്യാണിയോ ആരെങ്കിലും കുടിച്ചെങ്കിൽ നല്ലതായിരുന്നു. എന്നാലും അത്രയും നല്ല തേൻ ഇവിടുന്ന് കൊണ്ടുപോയിട്ട് അവർക്ക് ഒരിക്കൽ പോലും ടേസ്റ്റ് ചെയ്യാൻ നോക്കിയില്ലല്ലോ. അച്ഛനെ കൊടുക്കാൻ ടേസ്റ്റ് ചെയ്യാന്നതായിരിക്കും. എന്നാലും അയാൾ ഇത്ര പെട്ടെന്ന് ഛർദ്ദിച്ച് ചത്തോ? അയാൾക്ക് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടാണെങ്കിൽ ബാക്കിയുള്ളവരും കൂടി അത് കുടിച്ചായിരുന്നു. അങ്ങനെ കൂട്ടമരണം ആഘോഷിക്കായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഗംഗപ്രസാദ് അവിടെ ഇരിക്കാട്ടോ. അതിനുശേഷം പോലീസുകാര് കിരണെ വിളിക്കുന്നുണ്ട്. ഹലോ കിരൺ സാറെ, ഞാനാണ് ഇവിടുത്തെ SI ആണ്. പറ സാറെ. അതെ, വേലു എന്ന് പറഞ്ഞ ആളെ പൊക്കിയിട്ടുണ്ട് കേട്ടോ. അയാളെ നല്ല രീതിയിൽ തന്നെ ചോദ്യം ചെയ്തിട്ടുണ്ട്. അടിച്ചും പിടിച്ചു ഒക്കെ ചോദ്യം ചെയ്ത് നോക്കി. പക്ഷെ അവൻ കുറ്റം സമ്മതിക്കുന്നില്ല സാറേ എന്ന് പറയുമ്പോ കിരൺ പറഞ്ഞു, അയ്യോ എന്തിനാ സാറേ അവനെ അടിച്ചത്? ഞാൻ പറഞ്ഞില്ല, വേലു നല്ലൊരു ചെറുപ്പക്കാരനാണ്, എനിക്കറിയാം. പക്ഷെ അവനല്ല അത് ചെയ്തത്. പക്ഷെ അവൻ അറിഞ്ഞിട്ടാണ് അത് ചെയ്തെന്ന് അറിഞ്ഞാൽ മാത്രം മതി, അല്ലാതെ അവനൊരിക്കലും അങ്ങനെ ചെയ്യില്ലെന്ന് ഞങ്ങൾക്കറിയാം. അവനെന്തായാലും ഞങ്ങൾ അടിക്കേണ്ട രീതിയിൽ അടിച്ചു ചോദിച്ചു സാറേ. എന്തായാലും ഒരു രക്ഷയില്ല, അവൻ ചെയ്തിട്ടില്ലെന്ന് തന്നെയാ പറയണത്. അവനൊരിക്കലും അങ്ങനെ തെറ്റ് ചെയ്യില്ലെന്ന് തന്നെയാ പറയണത്. ശരി, ഞാൻ എത്രയും പെട്ടെന്ന് അവിടേക്ക് വരാം എന്ന് പറയണം. അങ്ങനെ കല്യാണി കിരണും കൂടി സ്റ്റേഷനിലേക്ക് പോവാണ്. വേലുവിനെ കണ്ടോട്ടെ, അവന് കിടക്കുന്നുണ്ട്, വേലായുധൻ ജയിലിൽ കിടക്കുന്നുണ്ട് എന്ന് പറയണം. അങ്ങനെ കിരൺ വേലുവിന്റെ അടുത്തേക്ക് പോവുന്നുണ്ട്. വേലു അവിടെ ഇരിക്കായിക്കോട്ടെ. വേലു എന്ന് പറഞ്ഞ് കിരൺ വിളിക്കുമ്പോഴേക്കും, സാറേ എന്നോട് ക്ഷമിക്കും സാറേ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല സാറേ. സാറിന്റെ അച്ഛന് ആ ഒരു അവസ്ഥ ഒന്നതിന് കാരണം ഞാനല്ല സാറേ. ഞാൻ അങ്ങനെ ഒരിക്കലും ചെയ്യില്ല. മലദേവങ്ങളെ പ്രാർത്ഥിക്കുന്ന ആളാ ഞാൻ. ഒരിക്കലും കാടിന് അനീതിയായിട്ടൊന്നും ചെയ്യില്ല. ഒരാളുടെ ജീവൻ നിലനിർത്താനേ ഞാൻ നോക്കുള്ളൂ സാറേ, ആ ജീവൻ എടുക്കാനും ഞാൻ നോക്കൂല. അല്ലെങ്കിൽ സാറിനോടും സാറമ്മയെടുത്തും സാറിന്റെ വീട്ടുകാർക്കും എനിക്കെന്തിനാ സാറേ വൈരാഗ്യവും പകയൊക്കെ എന്ന് പറയുമ്പോ കിരൺ പറയണ്ടേ, എടാ നീ ഒരിക്കലും അങ്ങനെ ചെയ്യില്ലെന്ന് എനിക്ക് അറിയാം. പക്ഷേ നീയും ചെയ്യില്ല, നിന്റെ മൂപ്പനും ചെയ്യില്ല, മൂപ്പത്തെയും ചെയ്യില്ല, അമലും ചെയ്യില്ല. അങ്ങനെ ഞാൻ കണ്ട ആൾക്കാരും ചെയ്യില്ല. പക്ഷെ ഇത് പുറത്തുനിന്ന് ഒരാൾ ചെയ്യാനാണ് ചാൻസ്, എനിക്കത് ഉറപ്പാണ്. പക്ഷെ കാട്ടിൽ നിന്ന് ആ തേൻ കൊണ്ടിട്ട് ഞാനും കല്യാണിയും അത് നേരെ കാറിലേക്കാണ് കൊണ്ടുവച്ചത്. വണ്ടി എവിടെയും നിർത്തിയില്ല, നേരെ വീട്ടിലേക്കാണ് വന്നത്. അതുകൊണ്ട് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഒന്നും ഉണ്ടായിട്ടില്ല.
അതുകൊണ്ടാ വേലു ഞങ്ങൾ ചോദിക്കുന്നത്, സത്യം പറ, അതിനിടയിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? നിങ്ങൾ അറിയാതെ ആരെങ്കിലും കാട്ടിലുണ്ടോ? ഇല്ല, ഇങ്ങനെ വിഷം കലർത്തണമെന്നുണ്ടെങ്കിൽ അത് മനഃപൂർവ്വം തേനിൽ വിഷം കലർത്തിയെന്നാ ഡോക്ടർമാര് പറഞ്ഞിരിക്കണത്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ വിഷം കലർത്താൻ പാകമുള്ള ആരെങ്കിലും അവിടെ ഉണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്ക്. അങ്ങനെ നിങ്ങൾക്ക് വല്ല ശത്രുക്കളോ അല്ല എന്നെ അറിയാവുന്ന ആരെങ്കിലും ഒക്കെ അവിടെ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഉണ്ട് സാറേ, ഞങ്ങൾക്ക് പരിചയമില്ലാത്ത ഒരുത്തൻ ഞങ്ങളെ കുടിയിലുണ്ട്. കുടിയിലുണ്ടെന്നോ? അതാരാ അത്? സാറേ, കുറച്ച് 2 മാസങ്ങൾക്ക് മുമ്പ് ഞാൻ പുഴക്കരയിൽ ഒരാൾ കിടക്കുന്ന കണ്ടായിരുന്നു. അയാളെ ഞാൻ രക്ഷപ്പെടുത്തി കുഴിയിലേക്ക് കൊണ്ടുവന്നു. പക്ഷെ അവനെ സാറേ ചാൻസ് എന്ന് ചോദിക്കുകയാണ്. കിരൺ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. എന്നിട്ട് വേലുവിനോട് ചോദിക്കണ്ട്, വേലു സത്യം പറ, ഞാൻ അന്ന് നിനക്കൊരു ഫോട്ടോ കാണിച്ചില്ലേ, അയാളും ഇപ്പൊ നീ രക്ഷപ്പെടുത്തത് പറഞ്ഞ ആളും തമ്മിൽ എന്തെങ്കിലും സാമ്യമുണ്ടോ? വേലു സത്യം പറ വേലു എന്ന് കിരൺ ചോദിക്കുകയാണ്. വേലു മുഖം ഒന്ന് താഴ്ത്തിയതിനു ശേഷം ഉയർത്തി പറയുന്നുണ്ട്, സാറേ സത്യം ഞാൻ പറയാം, അവർ രണ്ടുപേരും ഒന്നാ സാറേ. ആ സാറ് ഫോട്ടോ കാണിച്ച ആള് തന്നെയാണ് കുടിയിലുള്ളത്. എടാ വേലു, എന്നിട്ട് നീ എന്ത് ചതിയാടാ കാണിച്ചത്? നീ ആരെയാണ് സംരക്ഷിക്കാൻ നോക്കിയത്? നിനക്ക് അറിയാവോ? കൊടും ക്രിമിനൽ ആടാ. എന്റെ ഭാര്യയുടെ അമ്മേനെ കൊന്നവനവൻ. മാത്രമല്ല എന്തുമാത്രം പാവങ്ങളെ കൊന്നെടുത്തവനാണെന്ന് അറിയാവോ അവൻ? സാറേ, തെറ്റു പറ്റിപ്പോയി സാറേ. ഞാനിത് പലവട്ടം നിങ്ങളത് പറയാൻ വേണ്ടി തീരുമാനിച്ചാണ്. പക്ഷെ മൂപ്പൻ സമ്മതിച്ചില്ല. അവരുടെയൊക്കെ മനസ്സിൽ അവൻ നല്ലവനാ, അവൻ ഒരിക്കലും തെറ്റ് ചെയ്യില്ല. അവരുടെയൊക്കെ മനസ്സിൽ ഇത്രയും നാളുണ്ടായ ഒന്നുമല്ല. 10-25 വർഷം ഞാൻ അവരുടെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ എന്നെക്കാളും വിശ്വാസം ഇന്നലെ വന്ന അവനെയാ. എന്റെ കൂടെ നടക്കുന്നില്ലേ എന്റെ മുറപ്പെണ്ണെന്ന് പറഞ്ഞ അമലു, അവൾക്ക് പോലും എന്നോട് താല്പര്യമില്ല. അവനായിട്ട് ഭയങ്കര അടുപ്പത്തിലാണ്. അവർ തമ്മിൽ വേണ്ടാത്ത രീതിയിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് സാറേ. എടാ, അവൻ കൊടും ക്രിമിനലാണ്. അപ്പൊ അവൻ തന്നെ ഇത് ചെയ്തേക്കുന്നത് മനഃപൂർവ്വം. ഞങ്ങൾ അവിടെ വന്നത് അറിഞ്ഞിട്ട് അവൻ ചെയ്തതാണ്. എങ്കിൽ നീ ഇത് നേരത്തെ പറഞ്ഞതാ. എങ്കിൽ എനിക്ക് എന്റെ അച്ഛന് ഇത് അവസ്ഥ വരില്ലായിരുന്നു. മാത്രമല്ല, അവൻ പോലീസുകാരെ അന്വേഷിക്കുന്ന ഒരു കൊലയാളിയാണ്. അവനെ പിടിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിരുന്നു ഇവിടെ. കാരണം നാടിന്റെ നല്ലതായിരുന്നു അത് എന്നൊക്കെ പറഞ്ഞു. സാറേ, ഇതൊന്നും ഞങ്ങൾക്ക് അറിയില്ലല്ലോ സാറേ. എന്നാലും നീ ഇപ്പോഴെങ്കിലും ഇത് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞിട്ട് കിരൺ അവിടെ നിന്ന് പോവാണ്. ശേഷം കിരൺ ഈ കാര്യം കല്യാണത്ത് പറഞ്ഞിട്ട്, കല്യാണി നിന്റെ സംശയം സത്യമാണ്, ഗംഗപ്രസാദ് കാട്ടിലുണ്ട്, വേലു എന്നോട് പറഞ്ഞു എന്ന് പറയാണ്. അപ്പൊ ഞാൻ വരാൻ കിരണേട്ടാ. വേണ്ട, നീ വരണ്ട, രതീഷിനെ ബൈജുവിനെയും വിളിച്ചിട്ടുണ്ടെന്ന് പറയാണ്. അങ്ങനെ കിരണും രതീഷും ബൈജും കൂടി ഗംഗപ്രസാദിനെ അന്വേഷിച്ച് കാട്ടിലേക്ക് പോവാണ്. അത് ഗംഗ അറിയുന്നുണ്ട്. ആ സ്പോട്ടിൽ തന്നെ ഗംഗ അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നോക്കാട്ടെ. അപ്പൊ അമലു പറയുന്നുണ്ട്, ഞാനും വരാൻ വിനായകേട്ടാ, എന്നെയും കൊണ്ടോ വിനായകേട്ടാ, എന്നെയും കൊണ്ടോന്ന് പറഞ്ഞതല്ലേ വിനായകേട്ടാ എന്ന് പറയുമ്പോ അമലുവിനെയും പിടിച്ച് തള്ളി ഗംഗപ്രസാദ് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടട്ടെ. ആ സമയത്താണ് മൂപ്പനും ആ സത്യം മനസ്സിലാക്കണത്. ഇവനൊരു പെരും കള്ളനാണ് എന്നുള്ള സത്യം മനസ്സിലാക്കണത് അപ്പോഴാണ്. അങ്ങനെ മൂപ്പൻ നമ്മുടെ വിനായകൻ ഗംഗപ്രസാദ് പിടിക്കാൻ വേണ്ടി ഓടുമ്പോഴാണ് മൂപ്പനെ പിടിച്ച് തള്ളി കുത്തി ഗംഗപ്രസാദ് അവിടെ നിന്ന് രക്ഷപ്പെടുന്നത്. അങ്ങനെ അമലു ആണെങ്കിൽ ആകെ പെട്ടുപോയിട്ടോ. കാരണം കാട്ടിൽ താൻ ഗർഭിണിയാണെന്ന് എത്ര നാളിന് മൂടി വെക്കാൻ പറ്റും? അതുകൊണ്ട് വേറൊരു നിവർത്തിയില്ലാണ്ട് ഗംഗപ്രസാദിനെ അന്വേഷിച്ച് അമലു പിന്നെ നാട്ടിലേക്ക് പോവാണ്. അപ്പൊ വേലു ജയിലിൽ കിടക്കണോണ്ട് ഗംഗപ്രസാദ് അന്വേഷിച്ച് നാട്ടിലേക്ക് വരുകയും ചെയ്യാലോ. പക്ഷെ അവിടെ എത്തുമ്പോഴാണ് അമലു സത്യങ്ങളൊക്കെ മനസ്സിലാക്കണത്. ഗംഗപ്രസാദ് ഒരു ഫ്രോഡ് ആണെന്നുള്ള സത്യം. ഫ്രോഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കൊലയാളിയാണ്. അവൻ ഓൾറെഡി ഒരു പെണ്ണായിട്ട് പ്രണയത്തിലാണ് എന്നുള്ള കാര്യങ്ങൾ, തന്നെ വെറുതെ പറ്റിക്കായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പോഴാണ് അമലു മനസ്സിലാക്കണത്. പിന്നെ പശ്ചാത്താപത്തിന്റെ വഴിയിലായിരിക്കും അമലു. എന്തായാലും കാത്തിരുന്ന് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.